നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ കൊല്ലവർഷം 1202 ചിങ്ങമാസത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് പറയുന്നത്. 12 രാശിക്കൂറുകാരുടെയും വിശദമായിട്ടുള്ള ഫലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാലത്തിന്റെ ചലനങ്ങൾക്കൊപ്പം മനുഷ്യ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷവും അവസരങ്ങളും വെല്ലുവിളികളും എല്ലാം ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. വൈദിക ജ്യോതിഷം നമ്മെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്: സമയത്തെ തിരിച്ചറിഞ്ഞ് ശരിയായ പരിശ്രമം നടത്തുക എന്നുള്ളത്. ഗ്രഹങ്ങളുടെ ഈ ചലനങ്ങൾ ജീവിതത്തിലെ ചില സാധ്യതകളെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പരിശ്രമവും ചിന്തകളും പ്രവർത്തനങ്ങളുമാണ് ആ സാധ്യതകളെയൊക്കെ നമുക്ക് വിജയമാക്കി നൽകുന്നത്. കൊല്ലവർഷം 1202 ചിങ്ങമാസം ഏത് കൂറുകാർക്കാണ് നേട്ടങ്ങൾ ലഭിക്കുക? ആർക്കാണ് പുതിയ അവസരങ്ങൾ എത്തുന്നത്? ആരൊക്കെയാണ് ആരോഗ്യത്തിലും ബന്ധങ്ങളിലുമൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടത്? ഇപ്രകാരം അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രത്തിൽ ജനിച്ചവരെ അവരവരുടെ രാശിക്കൂറിന്റെ അടിസ്ഥാനത്തിൽ 12 രാശികളായിട്ട് നമുക്ക് വിലയിരുത്തി ഈ മാസത്തെ ഫലത്തെ നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സമയം തന്നെയാണ്. പ്രധാനമായും വ്യക്തിഗത വളർച്ചയ്ക്കും പഠനകാര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന അല്ലെങ്കിൽ നൽകേണ്ട കാലം കൂടിയാണ്. പുതിയ അറിവുകൾ നേടാനും നിലവിലുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കാനും നിരവധിയായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക്, പുതിയ പരിശീലന മേഖലകളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പുതിയ ഭാഷകൾ പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ കാലഘട്ടത്തെ അനുകൂലമാക്കാം. ഇപ്രകാരം പഠനത്തിലൂടെ ഭാവി ശക്തമാക്കാൻ മേടക്കൂറുകാർക്ക് സാധിക്കുന്ന മാസമാണ്. സ്വയം പരിശോധിക്കുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും അനുയോജ്യമായ മാസമാണ്. നിങ്ങളുടെ ചിന്താശേഷിയും പഠിക്കാനുള്ള താല്പര്യവും ഭാവിയിലേക്ക് നിങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്ന മാസമാണ്. മേടക്കൂറുകാർ പൊതുവെ മാനസിക സന്തോഷവും ആരോഗ്യവും നിലനിർത്താൻ ശ്രമിക്കുക. കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ അറിവുകളൊക്കെ സ്വീകരിക്കുക. പുതിയതായി ലഭിക്കുന്ന അവസരങ്ങളെ ധൈര്യത്തോടെ സ്വീകരിച്ച് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക, പ്രവർത്തിക്കുക. നിങ്ങളുടെ കഴിവുകൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ സമ്പൂർണ്ണ മാസഫലത്തെ പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം എന്നത് കുടുംബ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാസമാണ്. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. നാളുകളായി മനസ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. കുടുംബാംഗങ്ങളുമായി തുറന്ന മനസ്സോടുകൂടി സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ സഹായകരമാകും. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കുന്നതാണ്. ജീവിത പങ്കാളിയുമായി സന്തോഷകരമായിട്ടുള്ള സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കുന്നതാണ്. അവരവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നത് കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കുന്നതാണ്. വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യം വന്നു ചേരും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനോ വീടിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിനോ ഒക്കെയുള്ള അനുകൂല സമയമാണ്. തൊഴിൽ മേഖലയിൽ ചെറിയ ചെറിയ വിജയങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ കുടുംബത്തിന്റെ കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായകരമാകുന്നതാണ്. ഇടവക്കൂറുകാർക്കുള്ള സന്ദേശം: കുടുംബമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളതാണ്. സ്നേഹത്തോടെ ബന്ധങ്ങളെ സംരക്ഷിക്കുക. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ സമ്പൂർണ്ണ മാസഫലത്തെ പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ മാസം മിഥുനക്കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് മികച്ച മാറ്റങ്ങൾ, മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന മാസമാണ്. ഔദ്യോഗിക ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. നിലവിലുള്ള തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിനോ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നതിനോ ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും ഒക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതാണ്. നാളുകളായി കാത്തിരുന്ന പദ്ധതികളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കും. പുതിയ തൊഴിലവസരങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള വാർത്തകൾ ശ്രവിക്കാൻ സാഹചര്യമുണ്ട്. സ്വന്തമായി പ്രവർത്തിക്കുന്നവർക്ക് പുതിയ വളർച്ചാ സാധ്യതകൾ എത്തുന്നതാണ്. സഹപ്രവർത്തകരും മേലധികാരികളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും തുടരും. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ചെലുത്തുക. ഈ മാസത്തിൽ മിഥുനക്കൂറുകാർക്കുള്ള സന്ദേശം എന്നത് പരിശ്രമത്തിന് അർഹമായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പരിശ്രമിക്കുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ സമ്പൂർണ്ണ മാസഫലത്തെ പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യത്തിനും
ശാരീരിക ക്ഷമതയ്ക്കും നല്ല പ്രാധാന്യം കൊടുക്കേണ്ട മാസമാണിത്. നിലവിലുണ്ടായിരുന്ന ശാരീരിക അവശതകൾക്ക് ആശ്വാസം ലഭിക്കാൻ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിനും മനസ്സിനും കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. വ്യായാമം, സമീകൃതമായിട്ടുള്ള ഭക്ഷണശൈലി, ജീവിതശൈലി എന്നിവയൊക്കെ പുലർത്തുന്നത് ഗുണം ചെയ്യും. യോഗയും ധ്യാനവും ശീലമാക്കുക. അത് മനസ്സിന് സമ്മർദ്ദം കുറയ്ക്കും. പുതിയ ആരോഗ്യശീലങ്ങളൊക്കെ ആരംഭിക്കാൻ അനുകൂല സമയമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. സാമ്പത്തികമായി മെച്ചപ്പെട്ട സാഹചര്യങ്ങളും ഉണ്ടാകാം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കും. യാത്രകൾക്ക് സാധ്യതയുണ്ട്. അത് ഗുണകരമാകുമെങ്കിലും യാത്രകളിലൊക്കെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി കർക്കിടകക്കൂറുകാർക്കുള്ള വിശേഷ സന്ദേശം നമുക്ക് നോക്കാം. ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത് എന്നുള്ളത് മറക്കാതിരിക്കുക. ശരീരത്തെയും മനസ്സിനെയും അതുകൊണ്ട് തന്നെ ഒരേപോലെ സംരക്ഷിക്കുക. ഇനി ചിങ്ങക്കൂറുകാരുടെ സമ്പൂർണ്ണ മാസഫലത്തെ പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം എന്നത് സ്നേഹത്തിന്റെയും സാമൂഹിക അംഗീകാരത്തിന്റെയും പുതിയ ഊർജം നിറയുന്ന മാസമാണ്. ചിങ്ങം എന്നത് അഗ്നി തത്വത്തിന്റെ രാശിയാണ്. ആത്മവിശ്വാസം, നേതൃത്വം, ആകർഷണീയത, മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവ് എന്നിവ ചിങ്ങക്കൂറിന്റെ പ്രത്യേകതകളാണ്. ഈ പ്രത്യേകതകളൊക്കെ ഈ കാലഘട്ടത്തിൽ ചിങ്ങക്കൂറുകാർക്ക് കൂടുതൽ വർദ്ധിക്കുന്നതാണ്. ചിങ്ങക്കൂറുകാർക്ക് ഈ മാസത്തിൽ പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ഉണർവ് ലഭിക്കും. കൂടുതൽ സ്നേഹം, പരസ്പര വിശ്വാസം, മനസ്സിലാക്കൽ, അടുപ്പം എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത് പോലും പരിഹരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഒറ്റപ്പെട്ടു ജീവിക്കുന്നവർക്ക് പുതിയ സൗഹൃദങ്ങളൊക്കെ പ്രണയബന്ധമായി മാറാനും സാഹചര്യം ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ ജീവിതവും ചിങ്ങക്കൂറുകാർക്ക് സജീവമാകുന്നതാണ്. കൂട്ടായ്മകളിലും പൊതുപരിപാടികളിലും ഒക്കെ നിങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടാകുകയും അത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും ആശയങ്ങൾക്കും അംഗീകാരം ലഭിക്കുകയും ചെയ്യും. പുതിയ ആളുകളുമായി പരിചയം പുതുക്കാനും ബന്ധം സ്ഥാപിക്കാനും ഒക്കെ കഴിയുന്ന മാസം കൂടിയാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ എത്തും. ചിങ്ങക്കൂറുകാർക്ക് ഈ മാസത്തിൽ നൽകാനുള്ള സന്ദേശത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. നിങ്ങളുടെ കഴിവുകൾ ലോകത്തിനു മുമ്പിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്, അനുകൂല സമയമാണ് എന്നർത്ഥം. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ സമ്പൂർണ്ണ മാസഫലത്തിലേക്ക് കടക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസത്തിൽ കുടുംബ ബന്ധങ്ങൾക്കും ഗാർഹിക സന്തോഷത്തിനും പ്രാധാന്യം നൽകേണ്ട സമയമാണ്. കുടുംബത്തിൽ ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങളൊക്കെ മാറി സന്തോഷവും സമാധാനവും പുലരുന്ന മാസമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളത വർദ്ധിക്കും. ജീവിത പങ്കാളിയുമായി പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. കുടുംബത്തിലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. മക്കളുടെ ഭാഗത്തു നിന്ന് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അവരുടെ പഠനം, കഴിവുകൾ, ഭാവി പദ്ധതികൾ എന്നിവയിലൊക്കെ പുരോഗതി ഉണ്ടാകും. അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകാം. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുക, വീടിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രായമായവരുടെ അനുഗ്രഹവും പിന്തുണയും ഈ സമയത്ത് നല്ല കരുത്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇനി കന്നിക്കൂറുകാരുടെ ഈ മാസത്തെ സന്ദേശം നോക്കാം. കുടുംബത്തിലെ സന്തോഷം തന്നെയാണ് നിങ്ങൾക്ക് ഈ മാസം ഏറ്റവും വലിയ സമാധാനം. ഇനി തുലാക്കൂറുകാരുടെ സമ്പൂർണ്ണ മാസഫലത്തെ പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം പൊതുവെ ശുഭകരമായിട്ടുള്ള അനുഭവങ്ങൾ നൽകുന്ന മാസമാണ്. ബന്ധങ്ങൾക്കും സാമൂഹ്യ ജീവിതത്തിനും പൊതുവെ പ്രാധാന്യം ലഭിക്കുന്ന മാസമാണ്. പ്രണയബന്ധങ്ങളിൽ ഊഷ്മളത വർദ്ധിക്കും. നിലവിലുള്ള ബന്ധങ്ങളിൽ സ്നേഹം, പരസ്പര ധാരണ, വിശ്വാസം എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും. അവിവാഹിതരായവർക്ക് പുതിയ ബന്ധങ്ങൾക്ക് അവസരമുണ്ടാകും. ഈ കാലഘട്ടത്തിൽ പുതിയ സൗഹൃദങ്ങൾ ലഭിക്കും. സാമൂഹിക ഇടപെടലുകളിൽ നിങ്ങളുടെ വ്യക്തിത്വം വർദ്ധിക്കും. അതൊക്കെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. കൂട്ടായ പ്രവർത്തനങ്ങളിലും പൊതുപരിപാടികളിലും ഒക്കെ പങ്കെടുക്കുന്നത് പുതിയ അവസരങ്ങൾ നൽകും. ആശയവിനിമയ കഴിവ് വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളൊക്കെ കൂടുതൽ ശക്തമാകും. ഔദ്യോഗിക രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും ഈ മാസം പൊതുവെ അനുകൂലമാണ്. പുരോഗതി ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ സമയത്ത് ബന്ധങ്ങൾക്കും മാനസിക സന്തോഷത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ജീവിതത്തിൽ സമാധാനം നൽകും. തുലാക്കൂറിനുള്ള സന്ദേശം നല്ല ബന്ധങ്ങളാണ് ജീവിതത്തിലെ യഥാർത്ഥ ഭാഗ്യം എന്നുള്ളതാണ്.
ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ സമ്പൂർണ്ണ മാസഫലത്തെ പറയാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികരെ സംബന്ധിച്ച് ഈ മാസം അറിവിന്റെയും കഴിവിന്റെയും വളർച്ചയുടെയും കാലമാണ്. നിങ്ങളുടെ ബുദ്ധിയും ചിന്താശേഷിയും പ്രവർത്തനശേഷിയും കൂടുതൽ ശക്തമാകും. പുതിയ വിഷയങ്ങളൊക്കെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനും ഗവേഷണ പ്രവർത്തനങ്ങൾക്കും അനുകൂല സാഹചര്യമുണ്ട്. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച വിജയം നേടാൻ സാധിക്കും. സ്വയം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ ലഭിക്കും. പുതിയ പരിശീലനങ്ങൾ, പഠന പരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ്. പുതിയ അറിവുകൾ ജീവിതത്തിന് പുതിയ ദിശ നൽകും. ആത്മീയമായിട്ടുള്ള ചിന്തകളും മാനസിക വ്യക്തിത്വവും വർദ്ധിക്കും. നേടിയെടുക്കുന്ന പുതിയ അറിവുകളും കഴിവുകളും ഒക്കെ തൊഴിൽ രംഗത്ത് പ്രായോഗികമാക്കാനും നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. അതൊക്കെ സാമ്പത്തിക നേട്ടത്തിനും വഴിയൊരുക്കും. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ലഭിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ചെറിയ ശ്രദ്ധ നൽകുക. വൃശ്ചികക്കൂറിനുള്ള സന്ദേശം പറയാം. അറിവ് വർദ്ധിപ്പിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള വിജയത്തിനുള്ള നിക്ഷേപമാണത്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ സമ്പൂർണ്ണ മാസഫലത്തെ പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതായിട്ടുള്ളത് അറിവിനും വ്യക്തിഗത വളർച്ചയുടെയും കാര്യങ്ങളാണ്. ധനുരാശി എന്നത് ജ്ഞാനം, അന്വേഷണം, ഉയർന്ന ചിന്തകൾ എന്നിവയൊക്കെ പ്രതിനിധീകരിക്കുന്ന രാശിയാണ്. ഈ സമയം പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ കഴിവുകളെ കൂടുതൽ വികസിപ്പിക്കാനും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നൽകുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനുമൊക്കെ അനുകൂല കാലമാണ്. മത്സര പരീക്ഷകളിലൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത, താല്പര്യം, ആത്മവിശ്വാസം, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിവയൊക്കെ വർദ്ധിക്കുന്നതാണ്. ഗവേഷണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഗവേഷണങ്ങളിലേക്ക് കണ്ടെത്താനൊക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. നാളുകളായി അന്വേഷിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് വ്യക്തത കൈവരും. ഈ സമയത്ത് നിങ്ങളുടെ ചിന്തകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം. പുതിയ കാഴ്ചപ്പാടുകളൊക്കെ രൂപപ്പെടും. സ്വന്തം കഴിവുകളെ തിരിച്ചറിയാനും അവയെ കൂടുതൽ മെച്ചപ്പെടുത്താനും സാധിക്കും. ഇതുവരെ ഉത്തരം ലഭിക്കാത്ത ചില ചോദ്യങ്ങൾക്ക് വ്യക്തത ലഭിക്കുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾ നേടിയെടുക്കുന്ന പുതിയ കഴിവുകളും അറിവുകളും തൊഴിൽ രംഗത്ത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഔദ്യോഗിക രംഗത്തും ഔദ്യോഗിക വളർച്ചയ്ക്കും സാമൂഹിക അംഗീകാരത്തിനും വഴിയൊരുക്കും. ധനുക്കൂറുകാർക്കുള്ള സന്ദേശം: പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. പുതിയ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ വാതിലുകൾ തുറന്നു നൽകും. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ സമ്പൂർണ്ണ മാസഫലത്തെ പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ മാസം പൊതുവെ കുടുംബ സന്തോഷവും ഗാർഹികമായിട്ടുള്ള അന്തരീക്ഷവും സമാധാനപരമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും പരസ്പര ധാരണയും വർദ്ധിക്കും. ജീവിത പങ്കാളിയുമായി കൂടുതൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തമാകും. മക്കളുമായിട്ടുള്ള ബന്ധങ്ങളും കൂടുതൽ ദൃഢമാകും. അവരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ സന്തോഷ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ മുതിർന്നവരുടെ പിന്തുണയും അനുഗ്രഹവും കരുത്തുമാകും. അവരുടെ ഉപദേശങ്ങളൊക്കെ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. വീട്ടിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനും വീടുമായി ബന്ധപ്പെട്ട് നവീകരണം ഒക്കെ നടത്താനുമുള്ള സാഹചര്യമുണ്ട്. അപ്രതീക്ഷിതമായി എത്തുന്ന അതിഥികൾ സന്തോഷം നൽകും. തൊഴിൽ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും മിതമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതുമാണ്. എന്നാൽ ഈ സമയം ബന്ധങ്ങൾക്കും മാനസിക സമാധാനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുക. മകരക്കൂറിനുള്ള സന്ദേശം: വീട്ടിലെ സമാധാനം തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നത് കരുതുക. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ സമ്പൂർണ്ണ മാസഫലത്തെ പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്നത് ഔട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം അനുഭവങ്ങളുടെയും യാത്രകളുടെയും കാലമാണ്. ദൂരയാത്രകൾക്ക് സാധ്യതകൾ കാണുന്നു. അത് തൊഴിൽ സംബന്ധമായതാകാം, ആത്മീയ അന്വേഷണമാകാം, പുതിയ അറിവുകൾ നേടുന്നതിന് വേണ്ടിയാകാം. പുതിയ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്ന ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കുന്നതിന് സഹായിക്കും. യാത്രകളിലൂടെ പുതിയ സൗഹൃദങ്ങൾ ലഭിക്കാം. ഈ ബന്ധങ്ങൾ പൊതുവിൽ സാമൂഹ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും പ്രയോജനകരമാകാം. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ചില അവസരങ്ങൾ ജീവിതത്തിൽ പിന്നീട് പ്രയോജനകരമാകാം. പുതിയ അനുഭവങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവ് നൽകും. ആത്മവിശ്വാസം പൊതുവെ ഉയരുന്ന മാസമാണ്. സാമ്പത്തികമായി മെച്ചപ്പെടാൻ പുതിയ വഴികൾ നിങ്ങൾക്ക് കണ്ടെത്താനും സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. കുംഭക്കൂറിനുള്ള സന്ദേശം: പുതിയ അനുഭവങ്ങൾ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു നൽകും എന്നുള്ളതാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ സമ്പൂർണ്ണ മാസഫലത്തെ പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യവും ശാരീരിക ക്ഷമതയുമാണ്. ശരീരത്തെയും മനസ്സിനെയും
ശക്തിപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. പുതിയ വ്യായാമ രീതികൾ പരീക്ഷിക്കുക, ആരംഭിക്കുക. പ്രഭാത നടത്തം, യോഗ, ധ്യാനം എന്നിവ പരിശീലിക്കുക, തുടങ്ങുക. ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ മാനസിക സന്തോഷവും വർദ്ധിക്കും. പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കുക. വേണ്ടത്ര വിശ്രമം എടുക്കുക. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ പോലും അവഗണിക്കാതിരിക്കുക. ആവശ്യമായ സമയം വരുമ്പോൾ കൃത്യമായിട്ടുള്ള ചികിത്സകൾ നേടുക. ആരോഗ്യം മികച്ച നിലയിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അത് തൊഴിലിനെ ബാധിക്കാതിരിക്കുക. ആരോഗ്യം നിലനിർത്തി തൊഴിലിൽ മുന്നേറാനായിട്ട് ശ്രമിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല രീതിയിൽ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതും അത് നേട്ടങ്ങൾ നൽകുന്നതുമാണ്. കുടുംബബന്ധത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും. പ്രിയപ്പെട്ടവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. മീനക്കൂറുകാർക്കുള്ള സന്ദേശം എന്നത് ആരോഗ്യമുള്ള ശരീരവും ശാന്തമായിട്ടുള്ള മനസ്സുമാണ് വിജയകരമായിട്ടുള്ള ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അശ്വതി മുതൽ രേവതി വരെ, മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിലായിട്ട് നിങ്ങളുടെ കൊല്ലവർഷം 1202 ചിങ്ങമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെയാണ് പറഞ്ഞത്. ചിലർക്ക് ഇത് വളർച്ചയുടെയും പഠനത്തിന്റെയും കാലമാണ്. ചിലർക്ക് ഇത് കുടുംബ ബന്ധങ്ങളുടെയും സന്തോഷത്തിന്റെയും ശക്തിയുടെയും കാലമാണ്. ചിലർക്ക് ഇത് പുതിയ യാത്രകളുടെയും അവസരങ്ങളുടെയും കാലമാണ്. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം എന്നത് ഒന്നാണ്: ഗ്രഹങ്ങൾ നമുക്കായി അവസരങ്ങൾ കാണിക്കുന്നു. നമ്മുടെ പരിശ്രമങ്ങളാണ് അത് വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളിൽ ഭയപ്പെടാതിരിക്കുക. നമ്മളെ ഏറ്റവും കൂടുതൽ ശക്തരാക്കാനുള്ള അവസരമാണ് വന്നു ചേരുന്നത് എന്ന് കരുതുക. എപ്പോഴും നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും പിന്തുടരുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.